എന്താ പരിപാടി? ചാണകമാ? കശുവാവൻ തോട്ടത്തിൽ പോയപ്പം കാട്ടുപോത്തിന്റെ ചാണകം കിട്ടി. എന്ത് കാട്ടുപോത്ത്? കാട്ടുപോത്ത് അതായത് ചാണകം, സാധാരണ ചാണകമല്ല. ഇത് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്. ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതില്ലേ, നിങ്ങൾ വിചാരിക്കും ചാണകമാണെന്ന്. ഇത് ആക്ച്വലി ചാണകമല്ല, ഇത് കാട്ടുപോത്തിന്റെ ചാണകം അല്ലേ? കാട്ടുപോത്ത്. കശുവാവിൻ തോട്ടത്തിൽ പോയടുത്ത് കിട്ടിയതാ. കശുവാവിന്റെ തോട്ടത്തില് പറമ്പിൽ പോയപ്പോ കിട്ടിയതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് അപ്പൊ ഇത് അമ്മ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നല്ലേ? വളമായിട്ട് ഉപയോഗിക്കും. ഇതിന് സാധാരണ പിന്നെ ഓക്ക പിണ്ണാക്ക് അങ്ങനെ പശുവിന് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നില്ല, സാധാരണ എല്ലാം. അതായത് അമ്മ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇഞ്ചിക്കൊക്കെ അമ്മ ഇതിലൊക്കെ മണ്ണ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഫോറസ്റ്റിന്ന് പിന്നെ ഉള്ളതാണ്, അതുകൊണ്ട് എല്ലാം മരുന്ന്. അതായത് അമ്മ പറഞ്ഞത് നമ്മളെ നല്ല സാധനമാണിത്. അതായത് പശു, ഇപ്പം നമ്മൾ പശുവിൻ്റെ ചാണകം ഉണ്ടല്ലോ, അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. കാരണം പശു പിന്നെ വീട്ടിലത്താണെങ്കിലും കാടിവെള്ളമാണെങ്കിലും അങ്ങനെ മറ്റു തിന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാട്ടുപോത്ത് വെജിറ്റബിൾ മറ്റേ എന്താണ് കാട് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ലേ തിന്നുള്ളൂ. എന്നാ അതിന് പറയാമേ, ഇലകൾ മാത്രമല്ലേ തിന്നുള്ളൂ, പുല്ലും സാധനങ്ങളും. അപ്പോൾ അതെ അതിൻ്റെ ഫുഡ് ഫുള്ളും മരുന്നുകളാണ്. അപ്പോൾ അത് ആവുമ്പോൾ നല്ല അപ്പോൾ അത് വളരെ നല്ലതാണ് മണ്ണിനും. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, അമ്മ എന്താ എണ്ണ കാച്ചലുണ്ടല്ലോ, എന്താ എണ്ണ? ഇത് ഉണങ്ങിയിട്ട് സാധാരണ എല്ലാ മരുന്നുകളും മൈലാഞ്ചി പിന്നെ എന്താ കഞ്ഞെണ്ണി ചെമ്പരത്തി എല്ലാം കൂടി ഇത് കാച്ചിട്ട് തലയിൽ എണ്ണയായിട്ട് ഉപയോഗിക്കും. ഫസ്റ്റ് തന്നെ മുടി ശകലം കൊഴിഞ്ഞെടുക്കും. പിന്നെ അതൊന്നും കാര്യമാക്കണ്ട, എന്നാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ മുടി നല്ല കറുപ്പും ഉണ്ടാകും, നല്ലോണം വളരുകയും ചെയ്യും. നമുക്കത് അനുഭവമാണ്, അതുകൊണ്ട് പറയാം. ആദ്യം കുറച്ച് ഊരി അമ്മ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആദ്യം കുറച്ച് അതായത് എണ്ണ കാച്ചുമ്പം നമ്മൾ തലയിൽ എണ്ണ ഉണ്ടാക്കുമല്ലോ, എണ്ണ ഇടുമല്ലോ, ആ സമയത്ത് എന്താണ് എണ്ണ ഇത് ഉണക്കിയിട്ട് അതിൻ്റെ പൊടിയല്ലേ, ഉണക്കിയിട്ട് അതിൻ്റെ ഒരു ഭസ്മം പോലെ ആകുമ്പോൾ ഉണക്കി കത്തിക്കണോ? കത്തിച്ചിട്ടല്ല, പൊടിച്ചിട്ട് മിക്സിയിലിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ. അയ്യേ, ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റും? ഇത് സാധാരണ പൊടിച്ച് വെക്കും, സാധാരണ മരുന്നുകളൊന്നും പഴയ ജാറിൽ. ഓക്കെ ജാറിൽ അടിച്ചിട്ട് പഴയ ജാറിലൊക്കെ ഉണ്ടെങ്കിൽ. ഈ ചാണകം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, കാച്ചണം. അതായത് ഇപ്പം 2-3 കറ ഇഞ്ചിക്ക് ഇട്ട് ബാക്കി 4 കറ മഞ്ഞളിന് ഇട്ട് എനിക്ക് ഞാനിത് മണ്ണ് കെട്ടാൻ പോവാണ്. ഓക്കെ അപ്പോൾ ഇത് എണ്ണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാട്ടുപോത്ത് അങ്ങനെ നല്ല കാടുള്ള പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പോൾ അമ്മയൊക്കെ പണിക്ക് പോകുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കാട്ടുപോത്ത് വരും. അത് ഡേഞ്ചറാണ്, പക്ഷേങ്കിൽ ഈ പകൽ സമയത്ത് കുറവായിരിക്കും അല്ലേ അമ്മേ? അപ്പോൾ ആരെങ്കിലും ഇല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ ആ സ്ഥലങ്ങളിൽ പണിക്ക്. അപ്പോൾ അങ്ങനെ പണിക്ക് പോകുന്ന സമയത്ത് കിട്ടിയതാണ് കാട്ടിച്ചാണകം. കാട്ടിച്ചാണകം എന്നാണ് ഇവിടെ പറയുക, എന്നെ ശരിക്കും കാട്ടുപോത്തിൻ്റെ ചാണകം. എന്നെ ഉണ്ടല്ലേ, അമ്മ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അമ്മ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ ഇങ്ങനെ അത് മരുന്ന് കൂട്ടി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അമ്മ എണ്ണ ഇതിന് മുന്നേയൊക്കെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എണ്ണ ആക്കുന്നില്ലേ? ഇപ്രാവശ്യം അമ്മ എണ്ണ ആക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനും കൂടി നട്ടതാണ് കേട്ടോ. എന്നാ നോക്കുന്നേ, ഞാനും കൂടി നട്ടല്ലേ? ഞാനും അച്ഛനും അമ്മയും കൂടി നട്ടതാണ് ഗൈസ്. പക്ഷെ അമ്മ എപ്പോഴും പേറ്റൻ്റ് ഏറ്റെടുക്കും, ഒറ്റയ്ക്ക് എടുക്കും. അമ്മ ഒറ്റയ്ക്ക് നട്ടാന്ന് എടുക്കും. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും പുതിയൊരു അറിവായിരിക്കും. എല്ലാവർക്കും അല്ല, കുറേ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആദ്യമായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും. അമ്മ ചിരിക്കുന്നുണ്ട് എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട്. എന്നാൽ ശരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട അമ്മ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ഒന്നും ചെയ്യണ്ടെന്ന് പറയരുത് അമ്മേ. ഇപ്പോൾ 16,000 സബ്സ്ക്രൈബേഴ്സായി. നമുക്ക് ശമ്പളമൊക്കെ വരണ്ടേ, നമ്മളെ ജീവിതമൊക്കെ രക്ഷപ്പെടണ്ടേ? കൂലിപ്പണിയെടുത്ത് അമ്മ കഴിയും. അതുകൊണ്ട് അമ്മയ്ക്ക്
അമ്മേൻ്റെ ചാനലല്ല ഗൈസ്, എൻ്റെ ചാനലാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ ഗൈസ്.